ആകർഷണ നിയമത്തെപ്പറ്റി ഒത്തിരിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് നമ്മളിൽ വർക്കാവത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുള്ള ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരിലും വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമാണ് ആകർഷണ നിയമം. അപ്പോൾ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ആകർഷണ നിയമം പ്രാവർത്തികമാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തതാണ്, എങ്കിലും നമ്മുടെ ചിന്ത മുഴുവനും നമ്മുടെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ലൈഫിൽ എന്ത് വേണ്ട അതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിൽ പിന്നെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഓർത്ത് നമ്മൾ അത്ഭുതപ്പെടും. അപ്പം നമ്മൾ ചെയ്യുന്ന ചിന്ത, നമ്മൾ വിചാരിക്കുന്നത് എന്ത്, അത് നമ്മൾ തെറ്റായ രീതിയിലുള്ള ചിന്തകളിൽ നമ്മളെ കൂടുതൽ സമയം കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനത്തെ മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആളുകൾക്ക് അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക. ഈ നിയമം പരിപൂർണവും കുറ്റമറ്റതുമാണ്. അതൊരിക്കലും പിഴയ്ക്കില്ല. പക്ഷേ നമ്മുടെ ചിന്തകളിൽ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും, അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യത്തെ നല്ലതാണോ മോശമാണോ എന്ന് ആകർഷണ നിയമം പരിഗണിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അത് പ്രാവർത്തികമാക്കും. നിങ്ങൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നോ അല്ല വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതോ എന്നും പ്രശ്നമല്ല. അത് നിങ്ങളുടെ ചിന്തകളോട് മാത്രമാണ് പ്രതികരിക്കുന്നത്. ഒരു കടബാധ്യതയുടെ കൂമ്പാരത്തെ നോക്കി നിങ്ങൾ വല്ലാതെ വേവലാതി അനുഭവിക്കുമ്പോൾ അതാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നൽ. ഞാൻ വന്നു വിട്ടിരിക്കുന്ന ഈ കടബാധ്യതയെക്കുറിച്ചോർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഓരോ ചിന്തയിലും പ്രവർത്തനത്തിലും അല്ലെങ്കിൽ വികാരങ്ങളിലും അത് പ്രകടമാകുന്നതുകൊണ്ട് പ്രകൃതി നിങ്ങൾക്കായിട്ട് പിന്നെയും പിന്നെയും ഒരുക്കുന്നത് അതുപോലത്തെ അതേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് സർവ്വസമാനമാണ്. അത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിച്ച് കാണാനുള്ള കഴിവ് അതിനില്ല. നിങ്ങളുടെ ചിന്തകൾ എന്താണ് അതിനെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് ആകർഷണ നിയമം നിങ്ങൾക്ക് എത്തിച്ചു തരും. ആകർഷണ നിയമം വളരെ അനുസരണശീലമുള്ളതാണ്. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പൂർണ്ണ മനസ്സോടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ആകർഷണ നിയമം കൃത്യമായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ആകർഷണ നിയമം ശ്രദ്ധിക്കുന്നില്ല. വൈകിയെത്തുക എന്നതിനാണ് ആകർഷണ നിയമം മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ വേണ്ട എന്ന ആഗ്രഹത്തിന് ഒരു വിവേചനവുമില്ല. നിങ്ങൾ എന്തിനെങ്കിലും മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അത് എന്താകട്ടെ, അത് ഫീലിങ്സോടുകൂടി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ട് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആ ശ്രദ്ധ മനസ്സിൽ നിലനിർത്തുമ്പോൾ ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശക്തി കൊണ്ട് നിങ്ങളതിനെ വിളിച്ചു വരുത്തുകയാണ്. അരുത്, വേണ്ട, ഇല്ല എന്നുള്ള പോലെയുള്ള നിഷേധാത്മകമായ വാക്കുകൾ ആകർഷണ നിയമം കണക്കിലെടുക്കുന്നില്ല. നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആകർഷണ നിയമം ഗ്രഹിച്ചെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും കൂടുതൽ കറയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആകർഷണ നിയമം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ഇത്രയും കൂടുതൽ ജോലി എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ജോലി എനിക്ക് കിട്ടണം എന്നാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി തരുന്നത്. പനി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പനിയും വേറെ കുറേ രോഗങ്ങളും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ്
പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി തരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ എല്ലാം ഓപ്പോസിറ്റായിട്ടാണല്ലോ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കുന്നതെന്ന്. അങ്ങനെയല്ല, നമ്മളുടെ ചിന്താഗതികൾ പോസിറ്റീവായിരിക്കണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് തർക്കമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ തർക്കത്തിനാണ് അവിടെ മുൻതൂക്കം. അത് ആണ് നമുക്ക് വേണ്ടി കൊണ്ടുതരുന്നത്. ഇത്രയും കൂടുതൽ ജോലി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇത്രയും കൂടുതൽ ജോലി എന്നാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡിന് ശേഷം വരുന്ന ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ചിഹ്നം നമ്മൾ പറയുന്ന ആ ഒരു വേർഡിനാണ് കൂടുതൽ മുൻതൂക്കം കിട്ടുന്നത്. ആകർഷണ നിയമത്തിൽ നമ്മൾ എന്താണ് പ്രധാനമായിട്ടും അതിനകത്തുള്ള കർമ്മം എന്താണ്, അതിനെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വളരെ സന്തോഷവതിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ സന്തോഷവതിയാകാൻ അതാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി തരുന്നത്. ഇപ്പോൾ ഞാൻ വളരെ സങ്കടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നല്ല പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ആ കർമ്മം എന്താണ്? സന്തോഷം. അപ്പോൾ കൂടുതൽ സന്തോഷം നമുക്ക് ലഭിക്കും. എനിക്ക് ഒത്തിരി കടബാധ്യതയാണ്. ഇതിൽ എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് കടബാധ്യതയാണ്. അപ്പോൾ കടബാധ്യതയ്ക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് അവിടെ നമ്മുടെ ചിന്തകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ കർമ്മം എന്ന് പറയുന്നത് കടബാധ്യതയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഞാൻ സന്തോഷവതിയാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്, ഞാൻ വളരെ സമ്പന്നയാണ്, ഞാൻ ഐശ്വര്യം എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി വേണം, അങ്ങനെ നല്ല ജോലി, അതാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി തരും. അപ്പോൾ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്ന നെഗറ്റീവ് വേർഡിങ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന വേർഡ്, അതാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി തരുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ഒരാളെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ആരോടുള്ള ദേഷ്യമോ പകയോ അങ്ങനത്തെ ഒരു വികാരങ്ങളാണെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിരിക്കണം, എല്ലാവരോടും സ്നേഹം, കാണുന്നതിനോടൊക്കെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മുഴുവനും നന്ദിയും സ്നേഹവും മറ്റുള്ളവരോട് നല്ല ഫീലിങ്സും ആണെങ്കിൽ അത് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടും. അപ്പം നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് സമയത്തും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തയുടെ മേൽ നമുക്കൊരു കൺട്രോൾ വേണം. അപ്പം നെഗറ്റീവ് ചിന്തിക്കത്തില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് വരത്തില്ലെന്നല്ല, എപ്പോഴും വരും. നമുക്ക് നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വന്ന സാഹചര്യം, ഇന്ന് വരെ നമ്മൾ പഠിച്ചത് കേട്ടതൊക്കെ വെച്ച് നമുക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് കൂടുതൽ മുൻതൂക്കം. ഈവൻ നമ്മൾ ന്യൂസ് കാണുമ്പോഴോ പത്രം വായിക്കുമ്പോഴോ മറ്റുള്ളവരുടെ ഗോസിപ്പ് കേൾക്കുമ്പോഴോ ഒക്കെ ഇൻഡയറക്റ്റ്ലി നമുക്കൊരു ഹാപ്പിനെസ്, അതായത് നമുക്ക് ഇപ്പോൾ നല്ല ന്യൂസൊന്നുമില്ല, നമ്മൾ രാവിലെ TV വെച്ചു, നല്ല വലിയ കാര്യമായിട്ട് ന്യൂസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാവുന്നില്ല. എന്നാൽ വേറെ എന്തെങ്കിലും അവിടെ എന്തൊക്കെയോ സംഭവിച്ചു, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നമൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റോടുകൂടി നമ്മൾ പോയിരുന്ന് കാണും, ഇല്ലേ? അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പത്രങ്ങൾ അങ്ങനെ സാധാരണ ന്യൂസ് ഹെഡിങ്ങൊക്കെ ആണെങ്കിൽ ആരും പത്രം വാങ്ങത്തില്ല. എന്നാൽ നമ്മൾ വലിയൊരു സർപ്രൈസിങ് ന്യൂസോ എന്തെങ്കിലും ഫ്രണ്ടിലുണ്ടെങ്കിൽ ആ പത്രം വേഗം വിറ്റ് പോകുന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മൾ കോമണായിട്ട് നമ്മുടെ ചിന്താഗതി എന്തെങ്കിലും എക്സൈറ്റിങ്, അത് ഗുഡാണോ ബാഡോ ആണോ എന്നില്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. അപ്പം നമ്മുടെ ചുറ്റുപാടല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഫീഡ് ചെയ്തപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്തയിലും അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി രസകരമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒത്തിരി ആശ്ചര്യപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണം, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നത്തിൻ്റെ മേളിൽ നിൽക്കണം, ഇങ്ങനെ എന്തൊക്കെയോ ഒരു ചിന്താഗതിയിലാണ് നമ്മൾ നോർമലായിട്ടുള്ളൊരു ജീവിതം നടന്നു പോകുന്നത്. അപ്പം നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവിസം കൂടുതൽ വരും. ഈ വാർത്താ ചാനലുകളും ഇവരൊക്കെ റേറ്റിംഗ് കൂട്ടുന്നത് ഇങ്ങനെയാണല്ലോ. നെഗറ്റീവ് ന്യൂസുകൾ, അല്ലെങ്കിൽ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ, അത് ആൾക്കാർക്ക് നല്ലതോ ചീത്തയോ ഒന്നും നോക്കാറില്ല. അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പം കുറേ ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ സാധാരണ ഹാപ്പി ടോക്സ്, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള സംസാരങ്ങളൊന്നും ആരും അങ്ങനെ വലിയ ഗൗനിക്കത്തില്ല, ആരും ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. എന്നാൽ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ അവർക്കിങ്ങനെ ദോഷം സംഭവിച്ചു എന്നൊക്കെ ആരെങ്കിലും ഗോസിപ്പൊക്കെ പറയുമ്പോൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് കേൾക്കാൻ പോകും. അതുതന്നെയാണ് ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡെയിലി ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. ചിന്തകളിലും നമ്മളെപ്പോഴും ഇതാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. ആ ചിന്തകളിൽ നമുക്ക് നെഗറ്റീവിസം തോന്നുമ്പോൾ അതിനെ മാറ്റി പോസിറ്റിവിറ്റിയിലേക്ക് മാറുമ്പോൾ
നമ്മൾ ഒരു പുതിയ വ്യക്തിയാകും. അപ്പം നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് വേണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കേണ്ടത് എന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആകർഷണ നിയമം നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് തോന്നും. എപ്പോഴും നമുക്ക് നെഗറ്റീവാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കത് തന്നെയാണ് സംഭവിക്കുന്നത്. അതാണ് പത്രം വായിക്കുമ്പോഴും ടെലിവിഷൻ കാണുമ്പോഴും കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ അയവിറക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പദ്ധതി ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്. വാഹനം ഓടിക്കുമ്പോൾ ചിന്തിക്കുന്നു, എഴുന്നേറ്റ് നമ്മൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുമ്പോൾ ചിന്തിക്കുന്നു. ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നത്. നമ്മൾ ബോധപൂർവം ചിന്തിക്കാതിരിക്കുന്നത് ഉറങ്ങുമ്പോൾ മാത്രമാണ്. പക്ഷേ അപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ അവസാനമായി എന്തൊക്കെ ചിന്തിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ കാര്യമായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്ത് ആ ചിന്തയും വെച്ച് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് കാണുന്ന സ്വപ്നങ്ങളും ചിന്തകളുമെല്ലാം അതിനെപ്പറ്റിയാണ്. അത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പൊരു എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടാണ് കിടന്നുറങ്ങി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വഴക്കടിച്ചിട്ടാണ് ഉറങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വരുന്നത് ഇച്ചിരി ബാഡായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെയാണ്. ആ ബാഡായിട്ടുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളിലേക്ക് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നല്ലൊരു ചിന്ത അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങൾ കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ആ ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്കുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ, ആരെങ്കിലും മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ഉറങ്ങുമ്പോഴും അതിനു വേണ്ടി വർക്ക് ചെയ്യും. പ്രപഞ്ചത്തിലേക്ക് ആ സിഗ്നൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചം നമുക്കത് നേടാൻ വേണ്ടിയുള്ള വഴികളെക്കുറിച്ചും, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെ ആണെങ്കിലും നമുക്ക് കുറേ ഉത്ബോധങ്ങൾ ഉണ്ടാവും. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ ഐഡിയകൾ നമ്മൾ വായിക്കുന്ന പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ന്യൂസിൽ എന്തെങ്കിലും ഒരു ഐഡിയ, അല്ലെങ്കിൽ നമുക്കൊരു ചിന്തയായിട്ട് പോലും നമുക്കത് ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. സൃഷ്ടി എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ചിന്ത, എപ്പോഴും ചിന്താരീതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിപരമായ ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ, അത് നല്ല രീതിയിൽ നമ്മളിലേക്ക് ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ആകർഷണ നിയമം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും.